ചൂടൊക്കെ മാറി ഇപ്പം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഈ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോയാലോ? വിചാരിക്കാതെ ഒരു ഒഴിവ് ദിവസമെല്ലാം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൺഡേസിലായാൽ പോലും ഇതുപോലെ എപ്പോഴെങ്കിലും നോക്കിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാനും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങുക, അതുപോലെ നല്ലൊരു ചായയും എന്തെങ്കിലും നല്ല ചൂടോടൊരു കടിയും കൂടി കഴിച്ചിട്ട് വന്ന വലിയ എന്തോ ഒരു യാത്ര കഴിഞ്ഞ തൃപ്തിയായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളിന്ന് തളിപ്പറമ്പ് ഏരിയയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വെള്ളിക്കീൽ എക്കോ പാർക്ക്. ഏകദേശം ഒരു 2014 കേട്ടോ ഈ ഒരു എക്കോ പാർക്കിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ടൂറിസം വകുപ്പൊന്നും അധികം വലിയൊരു പരിഗണന കൊടുക്കാത്തതിൻ്റെ ശരിക്കുമുള്ളൊരു പ്രശ്നങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. കാരണം അന്ന് ആ ഒരു ഉദ്ഘാടന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു എന്താ പറയുക കറക്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടും കാര്യങ്ങളൊന്നും ഇന്ന് ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വൈകുന്നേരങ്ങളിൽ ഇന്നും ഒരുപാട് ഫാമിലീസ് ആയാലും കപ്പിൾസ് ആയാലും ഒക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. മുമ്പൊക്കെ ബോട്ടിങ്ങും അതുപോലെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന തട്ടുകടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അതൊക്കെ വളരെ കുറഞ്ഞു. ബോട്ടിംഗ് എന്നുള്ളൊരു സംഭവം ഇപ്പോൾ തീരെയില്ല കേട്ടോ. പിന്നെ അതുപോലെ തട്ടുകടകളൊക്കെ വളരെ കുറവാണ്. നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ട ആ സ്റ്റാർട്ടിങ്ങിലുണ്ട്, അതുപോലെ തന്നെ ഇനി ഈ രണ്ട് റോഡ് ടേൺ ചെയ്യുന്ന സമയത്തും ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ സൺഡേസിലൊക്കെയാണ് ഇപ്പോൾ പൊതുവേ നല്ല റഷ് കാണുന്നത്. സൺഡേ ഒക്കെ വന്നാൽ ഇതായി ഇങ്ങനെ കാണുന്ന ഇരിക്കുന്ന ഭാഗങ്ങളിലൊന്നും സ്ഥലമേ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് ആൾക്കാരാണ്, ഫാമിലി ആയിട്ടും കുട്ടികളും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വെള്ളിക്കീലിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഈ ഒരു റോഡ് ഭാഗം വന്നാൽ നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കാണാൻ പറ്റും കേട്ടോ. ഈ വെള്ളിക്കീലുള്ള തിരക്കും ഒച്ചപ്പാടും ഒന്നുമില്ലാത്ത ഒരു ശാന്തമായ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിക്കലൊന്നല്ലേ ശരിക്കും ആ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നതിനെക്കാളും നല്ലത് ഇപ്പുറത്തേക്ക് കൂടെ വരുന്നത്. ഏറ്റവും അടിപൊളി അല്ലേ, നല്ല സൈലന്റും ആണ്, പിന്നെ അധികം ആൾക്കാരും ഉണ്ടാവില്ല, തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ഭാഗമാണ്. നമ്മൾ ഏകദേശം ഒരു 4:30 കഴിയുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ടൈം തന്നെ ആ ഒരു നല്ല വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ക്ലൈമറ്റും എന്താ പറയുക ഈ ഒരു പുഴയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ വെള്ളിക്കീലിൻ്റെ ആ ഒരു സെയിം റോഡ് തന്നെയാണ് നമ്മളിങ്ങോട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക കാം കൂളായിട്ട് ഇങ്ങനെ മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഈ ഒരു ടൈം തന്നെ ഒരുപാട് ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള കുറേ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ പ്രായമുള്ളവരായാലൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാമെന്ന് കരുതി. പിന്നെ അതുപോലെ നല്ല ഫ്രഷ് പുഴമീൻ കിട്ടും കേട്ടോ. നമ്മളിതിന് മുമ്പൊക്കെ ഇവിടെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പകൽ സമയമൊക്കെ വന്നാലാണ് നല്ല ഫ്രഷായിട്ട് കിട്ടുക. ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ വരുന്ന സമയം നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ നമ്മൾ പകൽ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇതാ ഒറ്റൊന്നേ കാണാനുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ടത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അധികം ആൾക്കാർ ഇപ്പോൾ സൺഡേസിലൊക്കെ ദിവസങ്ങളിൽ മാത്രമേ അത് മൂവ് ചെയ്യാറുള്ളൂ തോന്നുന്നു. ഇപ്പോഴൊക്കെ അത് അവിടെ അങ്ങ് ദൂരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം എന്താ ഇപ്പം ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണേ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ടേ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചു. കാരണം നല്ല കാറ്റും വെയിലുണ്ട്, പക്ഷേ ആ വെയിൽ കംപ്ലീറ്റ് അങ്ങ് ആ ദൂരെ അങ്ങോട്ടേക്കാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു ഭാഗം നല്ല തണലാണേ. ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ആ ഒരു സൈഡൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്ക് തന്നെ ഇതാ അങ്ങനെ ദൂരെ നിന്നൊരു കാഴ്ച ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പ്രായമുള്ള അച്ചാച്ചനതാ അവിടെ നിന്ന് തോണിയൊക്കെ തുഴഞ്ഞിങ്ങനെ വരുന്നുണ്ടേ. ആൾ മീൻ പിടിക്കാൻ പോകുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആ തോണി തുഴയുന്ന സൗണ്ട് അതൊരു പ്രത്യേക രസമുണ്ടായിരുന്നു കേൾക്കാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ പാലമൊക്കെ വരുന്നതിന് മുന്നേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ തോണിയിലൊക്കെ പോയതിൻ്റെ ഒരു ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന് ഇത് കണ്ടപ്പം. ആ ഒരു കൗതുകത്തിലാണ് അങ്ങോട്ട് ചാടി പുറപ്പെട്ടെങ്കിലും കയറാനുള്ളൊരു ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഉപയോഗിക്കാത്തതാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് പേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം കണ്ട ഒരു നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് മുള്ളാണ് കേട്ടോ. അത് ആ ഒരു ഇല മുതൽ അതിൻ്റെ തണ്ട് ഭാഗമായാലും ഒക്കെ കംപ്ലീറ്റ് മുള്ളാണ്. അവിടെയൊക്കെ അങ്ങനെ ആരെങ്കിലും വീണാലുള്ള അവസ്ഥ നമ്മളിങ്ങനെ പറയായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മളിതാ വെള്ളിക്കലിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ടേ. കുറച്ച് നേരം വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് ഇരുന്നു. നല്ലൊരു വെയിലായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ശരിക്കും ഇരുന്ന് വെയിൽ കൊണ്ടു. പിന്നെ അതാ വെയിൽ കുറച്ച് കുറയാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്, പട്ടുവത്തേക്ക്. സൂര്യൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് അങ്ങോട്ട് മറഞ്ഞു പോകുന്നതിന് മുന്നേ പട്ടുവത്തേക്കും പിടിക്കണമെന്ന് വിചാരിച്ചു. അപ്പം നേരെ അങ്ങോട്ട് ചവിട്ടി വിടുകയാണേ. മുമ്പൊക്കെ അധികം ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗമായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് വീടുകൾ വന്നു, പിന്നെ ഒരുപാട് ഷോപ്പുണ്ട്. പിന്നെ നമുക്കറിയാം റോഡൊക്കെ നല്ല അടിപൊളിയായാൽ തന്നെ പിന്നെ ആ ചുറ്റുപാടൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആകുമല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം കാണുന്ന തളിപ്പറമ്പിലെ ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പട്ടുവത്തേക്ക് വിടാം. അങ്ങനെ നമ്മളതാ വിചാരിച്ച് നമ്മളെ സെക്കൻഡ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ, പട്ടുവം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ദാ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ദാ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ കാരണം ദാ ചുറ്റുമുള്ള വയലും പിന്നെ അതുപോലെ നല്ല അടിപൊളി റോഡും പിന്നെ ദാ സൈഡിലായിട്ട് നമുക്ക് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ അതിനൊത്തൊരുമയായിട്ട് നിൽക്കുന്ന ഒരു ചായക്കടയും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയ സ്ഥിതിക്ക് ഇനി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നെല്ലിങ്ങനെ കാണുമ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പുത്തിരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായല്ലേ. പുതിയ നെല്ല് കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് വയലും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ അങ്ങോട്ട് മറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്ക് ധാരാളം ആ സൈഡിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ചന്ദ്രൻ. അപ്പോൾ പട്ടുവത്ത് ഇത്ര നല്ലൊരു ലൊക്കേഷനിൽ വന്നാൽ ഈ ചായക്കടയിൽ കയറാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ തിരക്കൊക്കെ കാണുന്നില്ലേ അല്ലേ. അപ്പം ഭക്ഷണത്തിൻ്റെ ഈ ഒരു പ്രാധാന്യം കൊണ്ട് മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും ജനങ്ങൾ നല്ലൊരു വ്യൂ ആയതുകൊണ്ട് ഇവിടെ ഇരുന്നൊരു ചായയും എന്തെങ്കിലും ഒന്ന് ചൂടോടുകൂടെ കഴിക്കാനും അതൊരു പ്രത്യേക രസം തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മളൊരു ഓർഡർ കൊടുത്തിട്ട് സാധനം കിട്ടാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചായയുടെ കടി നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാം, പക്ഷേ ചായക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. കാരണം ഒരു ട്രിപ്പായിട്ട് ചെങ്ങായി അടുത്ത ട്രിപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ടൈമിൽ ധാരാളം ഇവിടെ നല്ല ഓംലെറ്റൊക്കെ അങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് നേരം കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഓരോ ചായയും പരിപ്പുവടയും ഉണ്ടക്കായൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ അടുത്ത ലൊക്കേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്, 6:30 ആവാറായിട്ടുണ്ട്. സൂര്യനൊക്കെ അങ്ങോട്ട് പോയി മെല്ലെ സന്ധ്യയായി തുടങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച ശ്രദ്ധിച്ചത് കേട്ടോ. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വയലിൻ്റെ വരമ്പത്തോട്ട് നടന്ന് പോയിട്ട് തിരിച്ചൊക്കെ വരുന്നുണ്ട്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയാലോ എന്നുള്ള സംശയത്തിൽ അവിടെ നിൽക്കുമ്പോഴേക്ക് അവിടെ നല്ല തിരക്കായി കേട്ടോ. ഇനി അതാ വരുന്ന പാർട്ടീസ് കയറിയിട്ട് വേണതാ ഈ കുട്ടിപ്പട്ടാളത്തിനൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും വിചാരിച്ചു വേണ്ട പോട്ടെ നമുക്കങ്ങ് മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നതും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അങ്ങനെ അടുത്തത് നമ്മളിതാ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ശരിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല സമാധാനത്തോടെ നമുക്ക് തൊഴാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വന്ന ടൈമിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് ശ്രീകോവിലിനകത്ത് കയറിയിട്ട് തൊഴുതിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണനെ ശരിക്കും ഇങ്ങനെ അത് ആളും തിരക്കൊന്നും ഇല്ലാതെ കാണുന്നത് അപൂർവമായിട്ടാണ് കേട്ടോ. അത് ഈ ഒരു ലേറ്റ് നൈറ്റ് വന്നുകൊണ്ടായിരിക്കും മേ ബി. അപ്പോൾ നമ്മളെന്തായാലും കയറിയിട്ടൊന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ അങ്ങ് എന്താ പറയുക ശ്രീകോവിലിനുള്ളിലോളം വരെ ഫുള്ള് ലൈറ്റ്സ്, അതായത് വിളക്കൊക്കെ കൊളുത്തി ഫുൾ ലൈറ്റ്സിന് നടുവിലായിട്ട് കൃഷ്ണനെ അങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും പകർത്താനേ. അപ്പോൾ അതാ അങ്ങനെ എല്ലാം തൊഴുതിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ അറിഞ്ഞതാണ് കേട്ടോ സൂപ്പർ മൂണാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ചന്ദ്രന് ഇത്രയും ഭംഗി തോന്നുന്നത്. അങ്ങനെ ദാ അവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ തളിപ്പറമ്പ് ടൗണിലേക്ക് കയറിയിട്ടുണ്ട്. ടൗണിൻ്റെ ഭംഗി പിന്നെ രാത്രി എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല
അടിപൊളിയാണ് കേട്ടോ. കംപ്ലീറ്റ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ആളും തിരക്കൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.